ആനവണ്ടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. KSRTCയുടെ സൈഡ് സീറ്റിലിരുന്ന് നല്ലൊരു പാട്ടും കേട്ട് ഉള്ളൊരു യാത്ര. ഒരു മഴ കൂടി പെയ്താൽ ആഹാ. എത്ര വില കൂടിയ വണ്ടി ആയിക്കോട്ടെ, ആനവണ്ടിയിലെ യാത്രയുടെ സുഖം അതൊന്ന് വേറെ തന്നെ. ഇന്ന് നമ്മൾ ആനവണ്ടിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. കുറേ വർഷങ്ങളായി മലയാളികളെ വലിഞ്ഞു മുറുക്കി പിടിച്ചിരുന്ന ആനവണ്ടിയുടെ കഥ. ആനവണ്ടിയെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഡിഗ്രി കാലത്ത് എറണാകുളത്ത് നിന്നും കോട്ടയം ജില്ലയിലേക്കുള്ള എന്റെ സ്ഥിരമായ KSRTCയിലെ യാത്ര. ടിങ് ടിങ് മണിയടിയുടെ ശബ്ദവും രമേശ് ഏട്ടന്റെ മുഖത്തെ ആ പുഞ്ചിരിയും ബസ്സിലെ തിരക്കും പല പല മായാത്ത മുഖങ്ങളും ആ ആനവണ്ടി എനിക്ക് സമ്മാനിച്ച ഓർമ്മകളാണ്. ഇതുപോലെ ഓരോ യാത്രക്കാരനും അവന്റേതായ കഥ പറയാനും ഉണ്ടാവും. 1938 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തന്റെ പ്രജകൾക്ക് സൗകര്യത്തിനു വേണ്ടി യാത്ര ഒരുക്കാൻ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ആദ്യമായി ബസ് സർവീസ് തുടക്കം കുറിച്ചത്. ഫെബ്രുവരി 21 തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്കായിരുന്നു ആദ്യ ബസ് സർവീസ്. അന്ന് അരചക്രമായിരുന്ന യാത്രാക്കൂലി ഉണ്ടായിരുന്നത്. അന്നത്തെ ഒരു ചക്രത്തിന് ഇന്നത്തെ 300 രൂപയുടെ അടുത്താണ് മതിപ്പുണ്ടായിരുന്നത്. 1947 കൊച്ചിയിലേക്കും 1956 മലബാറിലേക്കും സർവീസ് വ്യാപിച്ചു. പിന്നീട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്നതോടെ 1965 പുതിയ നിയമനിർമ്മാണം നടത്തി. 1965 മാർച്ചിന് സംസ്ഥാന സർക്കാർ വിജ്ഞാനപ്രകാരം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നു. ഇതിനു പുറമെ ദക്ഷിണ മേഖല, മധ്യമേഖല, ഉത്തരമേഖല എന്നിങ്ങനെ 3 ഇടങ്ങളിലായി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ഭരണനിർവഹണത്തിന് പങ്കാളികളാവുകയും ചെയ്തു. ഓർഡിനറി സർവീസുകൾ, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, രാജധാനി, സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഡീലക്സ് ബസ്സുകൾ, മിന്നൽ സർവീസ് ബസ്സുകൾ പോലെ നിരവധി ഗണത്തിൽപ്പെട്ട ബസ്സുകൾ ഇന്ന് നമ്മുടെ KSRTCയിൽ ഉണ്ട്. ഇന്നും ഒരു കൂട്ടം ആളുകളുടെ പ്രിയപ്പെട്ട യാത്രാ വണ്ടിയായി KSRTC ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ആനവണ്ടിയും കാത്ത് പല ബസ് സ്റ്റോപ്പുകളിലും ആളുകൾ ഇപ്പോഴും സമയം നോക്കി നിൽക്കുന്നുമുണ്ട്.